ഇത് സണ്ണി സാറാണ്. സാറ് സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. സാറ് ഒരു കഠിനാധ്വാനി കൂടിയാണ്. സാറ് എയർലൈൻസിൽ വർക്ക് ചെയ്തിരുന്ന വെച്ചാണ്. സാറ് റിട്ടയർ ആയി കഴിഞ്ഞപ്പോ സാറ് ഒരു നേരവും വെറുതെ ഇരിക്കാണ്ട് സാറ് എല്ലാ വർക്കുകളും ചെയ്യും. സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പൊ ഈ വീഡിയോയിൽ പറഞ്ഞാലും തീരൂല. എന്ത് വർക്കും സാറ് ചെയ്യും. ഓക്കെ, ഇത് ഈ ഗേറ്റ് പണിതയാളാണ് ലിംസൺ. ലിംസന്റെ ഡിസൈനും ലിംസന്റെ കലാവിരുദ്ധമാണ് ഈ ഗേറ്റിൽ കാണുന്നത്. ഇത് ഏറ്റവും വെയിറ്റ് കുറച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗേറ്റ് ആണ്. ഇതിനെ ഓട്ടോമേഷൻ ചെയ്യാനായിട്ട് പല കമ്പനിയിലും ഞാൻ അപ്രോച്ച് ചെയ്തു. അവരുടെ അഭിപ്രായത്തിൽ അതിന്റെ മോട്ടർ ഗ്രൗണ്ടിലേ വെക്കുള്ളൂ. ഗ്രൗണ്ടിൽ വെക്കുമ്പോൾ എനിക്ക് അത്രയും സ്പേസ് ഇവിടെ അതിനുവേണ്ടി ചെലവഴിക്കാനായിട്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് മുകളിൽ വെക്കാൻ താല്പര്യപ്പെട്ടു. മുകളിൽ വെക്കാൻ അവര് ഗേറ്റിന്റെ പില്ലറിൽ അതെല്ലാം പൊളിച്ചിട്ട് മോട്ടറിനെ അതിനെ ഇൻസ്ക്രൈബ് ചെയ്ത് വെക്കുന്നു പറയും. അത് ആ ഗേറ്റിന്റെ ഷോയും പിന്നെ മോട്ടർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്പേസ് കൺസ്യൂം ചെയ്യുമ്പോൾ പില്ലറും നഷ്ടപ്പെടും. അപ്പൊ അത് പറ്റില്ല. ഉള്ളി 1 ഇഞ്ച് ഗ്യാപ്പ് ആണ് ഇടയിലുള്ളൂ. ഈ 1 ഇഞ്ച് ഗ്യാപ്പില് ആ മോട്ടറിന്റെ ടീത്ത് ഇതിലേക്ക് എൻഗേജ് ആവണം. അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ സ്വയം ഡിസൈൻ ചെയ്തിട്ട് സ്വന്തം ഒരു ചോപ്പറിന്റെ മോട്ടർ ഉപയോഗിച്ചിട്ട് അതിനെ മോട്ടോർ ബൈക്കിന്റെ വീലുമായിട്ട് ലെയ്ത്തിൽ കൊടുത്ത് വേറൊരു ഗിയർ ഉണ്ടാക്കിച്ചിട്ട് ആ ഗിയറുമായിട്ട് എൻഗേജ് ചെയ്ത് അതിന്റെ റിമോട്ടും അതിന്റെ സർക്യൂട്ടും ഡിസൈൻ ചെയ്തിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു ഗേറ്റ് ഓട്ടോമേഷൻ ആണ് ഇത്. അതിന്റെ ഓപ്പറേഷൻ ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. പിന്നെ അത് ഈ ലോഡ് എടുക്കുമോ ഇല്ലയോ എന്നുള്ളതിനൊരു ടെസ്റ്റും ഞാൻ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. അത് വേറെ ഒരു അപ്രോക്സിമേറ്റ്ലി 10 kg വെയിറ്റ് വരുന്ന ഒരു കോൺക്രീറ്റ് ബ്ലോക്കിനെ ഈ മോട്ടോർ വെർട്ടിക്കലി ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് നടത്തി. അങ്ങനെയാണ് ഇതിന് സക്സസ്ഫുൾ ആവും എന്ന് ഉറപ്പുവരുത്തിയത്. പിന്നെ ഇതിന്റെ മോട്ടറിന്റെ ബാക്കിയുള്ള സാധനങ്ങൾ ഓൺലി ഇതിനകത്ത് വരുന്നത് ഈ റിമോട്ട് മാത്രമാണ് പുറത്തുനിന്ന് വാങ്ങിച്ച സാധനം. ബാക്കി റിലേയും സർക്യൂട്ടും സ്വന്തമായിട്ട് ഞാൻ ഡിസൈൻ ചെയ്ത് ഇതിന്റെ കൂടുതൽ അറ്റാച്ച് ചെയ്തു. അപ്പൊ ഈ റിമോട്ട് എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ആയതുകൊണ്ട് ഇതിന്റെ ഓപ്പറേഷൻ പ്രോംപ്റ്റ് അല്ല. അത് നമ്മൾ ഞെക്കണ ആ മൊമെന്റിൽ തന്നെ അതിന്റെ സിഗ്നൽ അവിടെ ക്യാച്ചപ്പ് ആവില്ല. അങ്ങനെ വരുമ്പോൾ ഇത് ചില സമയത്ത് അതിന്റെ സിഗ്നൽ കിട്ടാതെ വരുന്നു. അപ്പൊ അതൊന്ന് നിന്നു പോകും. പിന്നെ നമ്മൾ മേക്ക് ഷുവർ ചെയ്യുന്നത് നമ്മളത് സിഗ്നൽ പോകുന്നുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ ഒരു ഇത് മാത്രമാണ് ഇതിനകത്ത് ഡ്രോബാക്ക് ആയിട്ട് ഞാൻ കണ്ടുള്ളൂ. ബാക്കിയുള്ള ഓപ്പറേഷൻ എല്ലാം മറ്റുള്ളതിനേക്കാളും കൃത്യമായിട്ട് ഇത് നടക്കുന്നുണ്ട്. കാരണം ഇതിന്റെ സ്പീഡും ഇതിന്റെ ഡിസ്റ്റൻസും കണക്കാക്കിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം കൊണ്ട് ഈ ഗേറ്റ് അടയണം എന്ന കണക്കൂട്ടിലാണ് ഇത് ഉണ്ടാക്കുക. ഇത് ഏതാണ്ട് ഒരു 14 to 15 സെക്കൻഡിൽ ഈ ഗേറ്റ് 14 to 15 അല്ല 14 to 20 സെക്കൻഡിൽ ഈ ഗേറ്റ് അടയും തുറക്കുകയും ചെയ്തിരിക്കും. സാധാരണ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്നതെല്ലാം ഞാൻ കണ്ടത് സ്പീഡ് കുറവാണ്. അതായത് വണ്ടി വന്ന് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു അത് ഗേറ്റ് തുറക്കാനും അടയ്ക്കാനും ഒരു 25 to 35 സെക്കൻഡ് വരെ എടുക്കുന്നതായിട്ട് കണ്ടേ. അത് നമുക്ക് ഇവിടെ ട്രാഫിക്കിന് ഉള്ള സമയത്ത് ശല്യം വരും. കുറേ വണ്ടി വന്ന് നിൽക്കുമ്പോൾ ടേൺ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും. അപ്പൊ അതുകൊണ്ട് അത് സ്പെസിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്ത് ആ ഒരു ഇതിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് മോട്ടർ. ഈ മോട്ടറിന്റെ ഉണ്ടാക്കിയതിനെ കുറിച്ച് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അത് പുറത്തേക്ക് അതിനുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതിന്റെ മോട്ടറിന്റെ ഭാഗം ഈ കാണുന്ന ഭാഗം മാത്രമേ ഉള്ളൂ. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള പോർഷൻ ഇത് ലെയ്ത്തിൽ ഉണ്ടാക്കിച്ചെടുത്ത ഒരു ഗിയറാണിത്. ആ ഗിയറിനെ മോട്ടോർ സൈക്കിളിന്റെ വീലുമായിട്ട് നമ്മൾ എൻഗേജ് ചെയ്യിപ്പിച്ചു. അതേമായിട്ട് ഇത് അറ്റാച്ച് ചെയ്യിപ്പിച്ചു. ഇപ്പൊ ഇതിനെല്ലാം ബിയറിംഗ് കൊടുത്ത് ഇത് ഉണ്ടാക്കിയിരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു മൈക്രോ സ്വിച്ച് വരുന്നുണ്ട്. ഈ മൈക്രോ സ്വിച്ച് 2 ഓപ്പറേഷൻ, അതായത് അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും അതിന്റെ ലിമിറ്റിനെ കൺട്രോൾ ചെയ്യും. ആ മൈക്രോ സ്വിച്ച് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു കംപ്രഷൻ സ്പ്രിങ്ങിലേക്കാണത്. ആ സ്പ്രിങ്ങിനെ ഒരു 1 ഇഞ്ച് SS ട്യൂബിനകത്ത് സ്പ്രിങ് കൊടുത്തിട്ട്, ആ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉദ്ദേശത്തിന് ഒരു 8 to 10 kg ഫോഴ്സ് കൊടുത്താൽ കംപ്രസ് ആവുന്ന ഒരു സ്പ്രിങ് ആണിത്. അപ്പൊ ഗേറ്റ് വരുമ്പോ ആദ്യം മൈക്രോ സ്വിച്ചിൽ ഗേറ്റിന്റെ ടാർഗറ്റ് മുട്ടിക്കഴിയുമ്പോ ആ മോട്ടറിലേക്കുള്ള പവർ കട്ടാവും. പിന്നെ അത് വരുന്ന മൊമെന്റത്തിൽ ഉള്ള ഫോഴ്സ് ഈ കംപ്രഷൻ സ്പ്രിങ് കംപ്രസ് ആയിക്കുമ്പോ സ്മൂത്ത് ആയിട്ട് വന്നത് അടങ്ങി നിൽക്കും. അതുപോലെ തന്നെ ഇത് ഈ സൈഡിലും ആ സെയിം ഓപ്പറേഷൻ ഈ കംപ്രഷൻ സ്വിച്ചിൽ ഓപ്പറേഷൻ ചെയ്യിക്കും. ബാക്കിയുള്ള ഇതിന്റെ ഇലക്ട്രോണിക് പോർഷനും സാധനങ്ങളും എല്ലാം ഇതിന്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ സംഗതി ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ തന്നെ സംഗതികൾ, നമ്മുടെ മോട്ടറുകൾ എന്തെങ്കിലും കേടായിട്ടുണ്ടെങ്കിൽ സ്വന്തമായി ഉണ്ടാക്കി സ്വന്തമായി യൂട്ടിലൈസ് ചെയ്യാൻ ഒരു കമ്പനി നമുക്ക് ആശ്രയിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു അച്ചീവ്മെന്റ്. ഇത് കുറെ അധികം ഇതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്തു. അത്
എന്നാൽ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. സാറിന്റെ ഇല്ലാത്ത ടൂൾസ് ഒന്നുമില്ല, എല്ലാ മെഷീനറിയും ഒക്കെ ഉണ്ട്. സാറിന്റെ ഐഡിയയിൽ സാറ് സ്വയം ചെയ്തെടുത്താണ്. ഇപ്പൊ ഈ ഒരു പുറത്ത് ഈ ഓട്ടോമാറ്റിക് ഗേറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ അവരുടെ മോട്ടർ താഴെ വെക്കുള്ളൂ. താഴെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തേക്ക് ഒരു വണ്ടി ഇടാൻ നേരത്ത് സ്പേസ് ഉണ്ടാവില്ല. അപ്പൊ ബാക്ക് വീല് വരുമ്പോ ആ മോട്ടറിൽ ടച്ച് ആവും. അപ്പൊ അതുകൊണ്ട് അവരോട് പറഞ്ഞപ്പോ മേളിൽ വെക്കാൻ പറ്റില്ല, താഴെ വെക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോ സാറിന്റേതായ ഐഡിയയിൽ സാറ് ചെയ്തെടുത്താണ് ഈ ഒരു ഗേറ്റ്. പിന്നെ താഴെ മോട്ടർ വെച്ച് കഴിഞ്ഞാൽ അതിന് വെള്ളം പൊക്കം ഉണ്ടായാല് അല്ലെങ്കിൽ ഒത്തിരി പ്രൊട്ടക്ഷൻ നമ്മൾ കാണണം. വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രൊട്ടക്ഷൻ കാണണം, വെള്ളം അങ്ങോട്ട് കയറരുത്, പിന്നെ മറ്റ് ജീവികളൊന്നും കയറിയിരിക്കരുത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മോട്ടർ എപ്പോഴും ടോപ്പിൽ വെക്കുന്നതാണ് അതിന്റെ കൂടുതൽ. പിന്നെ ഈ കാണുന്ന പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ ഉള്ളില് നമ്മൾ മോട്ടോർ ബൈക്കിന്റെ ചെയിൻ അകത്ത് വെച്ചിട്ട് വെൽഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് ഇത് ഉറപ്പിച്ചിരിക്കുന്നത്. ഇതൊരു 1 ഇഞ്ച് സ്ക്വയർ ട്യൂബിന്റെ ടോപ്പ് പോർഷൻ കട്ടർ വെച്ച് കട്ട് ചെയ്ത് എടുത്തു കളഞ്ഞ് ഇത് ഇങ്ങനെ ഇതിന്റെ ക്രോസ് സെക്ഷൻ നോക്കി ഒരു യു ഷേപ്പിലിരിക്കും. ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഈ ചെയിൻ വെച്ചിട്ട് വെൽഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ ചെയിനിൽ ആണ് ഈ സെയിം ഈ കാണുന്ന നമ്മുടെ ആ മോട്ടോർ ബൈക്കിന്റെ വീല് അതിൽ കണക്റ്റഡ് ആയിട്ട് വരുമ്പോഴാണ് അത് പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളി ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ സംഗതി നമ്മൾ സെറ്റപ്പ് ചെയ്തത്. ടച്ച് ചെയ്താൽ കാണാം, കണ്ടോ? അപ്പൊ ലൈറ്റ് ഓഫായി. ഇത് മോട്ടർ നമ്മൾ വരുമ്പോൾ പവർ സപ്ലൈ അവൈലബിൾ അല്ലെങ്കിൽ ഈ ഗ്രീൻ ലാമ്പ് കാണില്ല, ഗ്രീൻ ലാമ്പ് കെട്ടിരിക്കും. അതിന്റെ അർത്ഥം നമുക്ക് റോട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ അറിയാം കറണ്ട് ഇല്ല എന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ ഇതിനെ മാനുവലി നമ്മൾ ഈ മോട്ടറിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്തിരിക്കും. മോട്ടറിന്റെ ആം ഇപ്പുറത്തുണ്ട്. ഇന്ന് ഊരിയിട്ട് ഈ ആം പിടിച്ച് പൊക്കുമ്പോൾ ഈ മോട്ടർ ഈ ടീത്തിൽ നിന്ന് ഇതിൽ നിന്ന് ഡിറ്റാച്ച് ആവും. അപ്പൊ നമുക്ക് ഗേറ്റിനെ മാനുവലി കൈകൊണ്ട് നീക്കാൻ പറ്റും. അതല്ല കറണ്ട് ഉള്ള സമയത്ത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പറേഷൻ നടക്കും. അപ്പൊ മോട്ടോർ ഓൺ ആയിരിക്കുന്ന സമയത്ത്, മോട്ടോർ വർക്ക് ചെയ്യുന്ന സമയത്ത് ബോത്ത് ദ വേ ഗേറ്റ് അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും ഈ റെഡ് ലാമ്പ് കത്തിയിരിക്കും. അങ്ങനെയാണ് ഇതിന്റെ ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും അറിയാൻ പറ്റും ഓപ്പറേറ്റ് അകത്തേക്ക് ഇവിടെ നിന്ന്. എനിവേ ഇത് ആർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഈ ഓട്ടോമാറ്റിക് ഗേറ്റിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക.